അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള ശ്രോതാക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് കുറച്ച് പദങ്ങൾ പരിചയപ്പെടാം. പക്ഷെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ആ സ്പോക്കണിൽ നിന്ന് മാറി അതേ ശരിയായ ഭാഷയിലേക്ക് കിടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അച്ചടി ഭാഷ, എഴുത്ത് ഭാഷ. കാരണം അതേ ഈ വാക്കുകൾക്ക് പറയാൻ പറ്റുള്ളൂ. അത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കേൾക്കും മനസ്സിലാവും. ആദ്യമായിട്ട് നമ്മൾ പറയുന്നു, എന്താ പറയുക, ഒരാളോട് നീ സുന്ദരനാണ്. ഉദാഹരണം പറയാം. അതെങ്ങനെയാണ് അറബി പറയുക? നീ സുന്ദരനാണ്. നാടൻ ഭാഷയിൽ പറയുമ്പോൾ അന്ത കോയി സന്ത കിത അത് ശരിയാവില്ല. അപ്പോൾ കുറച്ച് അച്ചടി ഭാഷ നമ്മളിതിന് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇത് കറക്റ്റ് അതിൻ്റെ വേർഡ്സ് കിട്ടുള്ളൂ. ഒരാളോട് നീ സുന്ദരനാണെന്ന് എങ്ങനെ പറയാം? നല്ല ഭാഷയിൽ, അച്ചടി ഭാഷയിൽ അന്ത ജമീൽ. എങ്ങനെ പറയാം? അന്ത ജമീൽ, ജമീൽ, അന്ത ജമീൽ, നീ സുന്ദരനാണ്. ഓക്കെ. നീ സുന്ദരിയാണെന്ന് എങ്ങനെ പറയാം? പെണ്ണാവുമ്പോൾ ചെറിയൊരു മാറ്റം അല്ലേ? മലയാളത്തിൽ ഒരു വള്ളിട്ട് കൊടുത്താൽ മതി. സുന്ദരൻ, സുന്ദരി, ഒരു വള്ളിട്ട് കൊടുത്തു. ഇവിടെ എന്നാൽ അറബിയിലെ ചെറിയ ഒന്ന് രണ്ട് മാറ്റങ്ങളുണ്ട്. എന്താണ്? അൻത എന്നുള്ളത് അൻതി എന്നാക്കണം. അൻതി. ആണ് നമ്മൾ അൻത എന്ന് പറഞ്ഞു, പെണ്ണാവുമ്പോൾ അൻതി. പിന്നെ ആണ് നമ്മൾ ജമീൽ എന്ന് പറഞ്ഞു, പെണ്ണാവുമ്പോൾ ജമീല എന്ന് പറയണം. അപ്പോൾ പെണ്ണിനോട് എങ്ങനെ പറയാം? അൻതി ജമീല, അൻതി ജമീല, നീ സുന്ദരിയാകുന്നു. ഓക്കെ. പിന്നെ നീ ഭാഗ്യവാനാണെന്ന് എങ്ങനെ പറയാം? നീ ഭാഗ്യവാനാണ്. അന്ത മഹലൂൽ, അന്ത മഹലൂൽ. പെണ്ണിനോടോ? അൻതി മഹലൂല, അൻതി മഹലൂല. ആണോടാവുമ്പം അന്ത മഹലൂൽ, പെണ്ണാവുമ്പം അൻതി മഹലൂല, നീ ഭാഗ്യവാനാണ്. ഓക്കെ. നീ ക്രൂരനാണ്, നീ അക്രമിയാണ് എന്നെങ്ങനെ പറയാം? അൻത ലാലിം. എങ്ങനെ പറയാം? അൻത ലാലിം. പെണ്ണാവുമ്പോഴോ? അൻതി ലാലിമ, അൻതി ലാലിമ. ആണാകുമ്പോൾ അൻത ലാലിം, പെണ്ണാകുമ്പോൾ അൻതി ലാലിമ, നീ ക്രൂരനാണ്. നീ നല്ലവനാണെന്ന് എങ്ങനെ പറയാം? നീ നല്ലവനാണ്. അൻത ത്വയ്യിബ്, അൻത ത്വയ്യിബ്, നീ നല്ലവനാണ്. പെണ്ണാവുമ്പോഴോ? അൻതി ത്വയ്യിബ, അൻതി ത്വയ്യിബ, നീ നല്ലവൾ ആകുന്നു. നീ മെലിഞ്ഞിട്ടാണെന്ന് എങ്ങനെ പറയാം? നീ മെലിഞ്ഞിട്ടാണ്. അൻത നഹീഫ്, അൻത നഹീഫ്, നീ മെലിഞ്ഞിട്ടാണ്. പെണ്ണിനോട് എങ്ങനെ പറയാം? അൻതി നഹീഫ, അൻതി നഹീഫ, നീ മെലിഞ്ഞവളാണ്. ഇനി നീ തടിച്ചിട്ട് അതെങ്ങനെ, വണ്ണമുള്ള ആളെന്ന് എങ്ങനെ പറയാം? അൻത മതീൻ, അൻത മതീൻ, നീ തടിച്ചവനാണ്. നീ തടിച്ചവൾ ആണെന്ന് എങ്ങനെ പറയാം? അൻതി മതീന, അൻതി മതീന. നീ ബുദ്ധിമാനാണെന്ന് എങ്ങനെ പറയാം? നീ ബുദ്ധിമാനാണ്. അൻത ആഖിൽ, അൻത ആഖിൽ. പെണ്ണിനോടോ? അൻതി ആഖില, അൻതി ആഖില. ഇനി നീ പൊട്ടനാണെന്ന് എങ്ങനെ പറയാം? നീ പൊട്ടനാണ്. ബുദ്ധിയില്ലാത്തവൾ എങ്ങനെ പറയാം? ഒരുപാട് വാക്കുണ്ട്, അവിടെ നമുക്ക് ഇത് ഉപയോഗിക്കാം. അൻത ഗബി, അൻത ഗബി, ഗബി, നീ പൊട്ടനാണ്. നീ പൊട്ടത്തിയാണെന്ന് എങ്ങനെ പറയാ പെണ്ണിനോട്? അൻതി ഗബിയ, അൻതി ഗബിയ. ഓക്കെ. നീ ഭക്തനാണെന്ന് എങ്ങനെ പറയാം? നീ ഭക്തനാണ്. അൻത തഖി, അൻത തഖി. പെണ്ണിനോടോ? അൻതി തഖിയ, നീ ഭക്തയാകുന്നു. അൻതി തഖിയ, നീ ഭക്തയാകുന്നു. അപ്പോൾ ഇത്രയും പദങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി നമുക്ക്
അടുത്ത വീഡിയോയിൽ പങ്കുവെക്കാം. ഓക്കെ, എല്ലാ ആളുകളും ശ്രദ്ധിക്കുക, സഹകരിക്കുക. മറ്റു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.